പിന്നെ അപ്പൊ അവിടെ ഇനി പറയുന്നതെന്ന് വെച്ചാല് വൈന്നമാജുല ലാഹിറൻ. അപ്പൊ ഈ പറഞ്ഞതിനെ ലാഹിറാക്കിയത് ഈ അംഫിന്റെയും എന്ന പോലെ ഈ ഐനിന്റെയും വായയുടെയും ഒക്കെ ബാത്തിനെ ലാഹിറാക്കി. എവിടെ ലാഹിറാക്കി? ഇതാ തനജ്ജസ, നജസായാല്. അപ്പൊ അവിടെ വായന്റെ ഉള്ളിൽ നേസുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ ശരിയാവില്ല, അത് കഴുകിയിട്ട് വേണം. കണ്ണിന്റെ ഉള്ളിൽ മൂക്കിന്റെ ഉള്ളിലൊക്കെ നേസുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴുകിയിട്ടേ നേസാക്കാൻ പറ്റുള്ളൂ, അത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? അതിൽ ഇലലി അമ്രിൻ നജാസത്തി, നജാസത്തിന്റെ അമ്ര കുറച്ച് ഗൗരവം. അതുകൊണ്ട് ഗൗരവാണെന്ന് പറഞ്ഞാല് എത്രത്തോളം ഷഹീദായ മനുഷ്യൻ, ഷഹീദിന്റെ രക്തമല്ലാത്ത നജാസത്തൊക്കെ നീക്കണം എന്നാണല്ലോ. അപ്പൊ അവിടെ കുളിപ്പിക്കാൻ പറ്റൂല, നജസ് നീക്കണം എന്നാണ്. അപ്പോ അങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം ഉള്ളത് കൊണ്ട് അങ്ങനെ. വഖ്തലഫത്ത് ഫത്താവൽ മുതഅഖിരീൻ ഫി അൻമിലത്തിൻ ഔ അംഫിൻ മിൻ നഖദിൻ ഇൽതഹമ. ഇനി മൂക്ക് എന്താണ്? നഖദ്, സ്വർണ്ണം വെള്ളി കൊണ്ട് വെച്ചു പിടിപ്പിച്ച്, അല്ലെങ്കിൽ അൻമുലത്ത് എന്താണ്? ഒരു വിരൽ വെച്ചു പിടിപ്പിച്ച്. ഒരാളുടെ ഒരു വിരലിന്റെ വിരൽക്കൊടി ഇങ്ങനെ 3 കണപ്പാണല്ലോ, അതിലൊന്ന് അല്ലെ 2 മുറിഞ്ഞുപോയി. അതിന് പകരം എന്ത് ചെയ്ത്? നഖദ് കൊണ്ട് വെച്ചു പിടിപ്പിച്ചു, സ്വർണ്ണവള്ളി കൊണ്ട്. അപ്പൊ ഇൽതഹമ, ആ എന്താണ്? നഖദ് ഇറച്ചി കൂടിയിട്ടുണ്ട് എന്ന്. ഇറച്ചി കൂടി എന്ന് പറഞ്ഞാല് അത് ഇങ്ങോട്ട് മാറ്റാൻ പറ്റൂല, നീക്കുന്ന രീതിയിലല്ല ഉള്ളത്. അതിന്റെ അപ്പുറത്ത് തോല് പിടിച്ചിട്ടില്ല. ഇത് എന്താണ്? ലഹമുമായിട്ടാണ് കൂടുക ചെയ്ത. അപ്പൊ വഖശിയ മിൻ ഇസാലത്തിഹി മഹ്സൂറ തയമ്മുമിൻ, അല്ലെ വഖുശിയ, ഇങ്ങനെ മഹ്സൂറു തയമ്മുമിൻ, അത് നീക്കുന്നതിൽ നിന്ന്, അത് മാറ്റി വെച്ചിട്ട് ഒതുണ്ടാക്കുന്നതിൽ നിന്ന് ഇവൻ പേടിക്കുന്നുണ്ട്. തയമ്മത്തിന്റെ മഹ്സൂർ അങ്ങനെ മാറ്റാൻ പറ്റൂല, ഇറച്ചിയും കൂടി പിടിച്ചതല്ലേ. അങ്ങനെ വല്ലതി അൽഹറു, അതില് എന്താണ്? മുത്താഖിരീങ്ങളെ ഫത്വ മുഖ്തലിഫാണെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കഴുകണം, അല്ല മുഴുവൻ കഴുകണ്ട. പിന്നെ ആ ഇറച്ചി കൂടിയ ആ കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അവിടെ മാത്രം കഴുകിയാൽ മതി, അതിന്റെ ബാക്കി ഇങ്ങോട്ട് കഴുകണ്ട എന്നുള്ളതാണ് ഫത്വ ഇഖ്തിലാഫ് എന്ന് പറഞ്ഞ്. വല്ലതി അൽഹറു വുജൂബു ഗസ്ലി മാ ഫീ മഹല്ലിൽ ഇൽതിഹാമി മിനൽ അംഫി ലാ ഗൈർ. അപ്പോ അവിടെ അംഫിന്റെയും അൻമിലത്തിന്റെയും ഹുക്മ് രണ്ടും രണ്ടാ. അതാ പറയുന്നത്. വല്ലതി അൽഹറു വുജൂബു ഗസ്ലി മാ ഫി മഹല്ലിൽ ഇൽതിഹാമി, ഇൽതിഹാമിന്റെ മഹല്ലിലുള്ള ഒന്ന് കഴുകിയാൽ മതി. അതായത് ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുകയായിരിക്കുമല്ലോ. അപ്പൊ അതായത് ഈ പിന്നെ വിരലിന്റെ ഒരു കണപ്പല്ലേ, അല്ലെങ്കിൽ 2. അപ്പൊ ആ ഒന്നില് ഇങ്ങനെ ഇറച്ചി കൂടി നിൽക്കുന്ന ആ ഇറച്ചിയും എന്ന പോലെ ഈ നഖദ്, സ്വർണം വെള്ളിയും കൂടെ കൂടുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് കഴുകണം കുറച്ച്, അത്രയേ ഉള്ളൂ. അതാ മഹല്ലുൽ ഇൽതിഹാം എന്ന് പറഞ്ഞ്, ഇറച്ചി കൂടിയ മഹല്ല് കഴുകണം. മിനൽ അംഫി, അംഫിൽ നിന്ന്, മൂക്കിൽ നിന്ന്, ലാ ഗൈറ, അതിന്റെ ബാക്കി കഴുകണ്ട. അതായത് മൂക്കിന്റെ ഇങ്ങോട്ട് അറ്റം വരെയും കഴുകണ്ട, അവിടെ കൂടിയ സ്ഥലം മാത്രം ഒന്ന് കഴുകിയാൽ മതി. ലിഅന്നഹു ലൈസ ബദലൻ ഇല്ല അൻ ഹാദ, കാരണം ആ പിന്നെ ആ അംഫ്, നഖദിൽ നിന്നുള്ള അംഫ് ലൈസ ബദലൻ ഇല്ല അൻ ഹാദ, ഇതിനെ തൊട്ട് ബദല് അല്ലാതെ അല്ല എന്നാ. അപ്പൊ അതിനെ തൊട്ട് മാത്രം ബദലാണ്. അപ്പൊ അതുകൊണ്ട് ഏത്? മഹല്ലുൽ ഇൽതിഹാമിനെ തൊട്ട് മാത്രം ബദലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ മാത്രം കഴുകിയാൽ മതി എന്നാ. പിന്നെ അപ്പൊ ലിഅന്നഹു എന്ന് പറഞ്ഞാല് ആ മഹല്ലുൽ ഇൽതിഹാം ബദലൻ ഇല്ല അൻ ഹാദ അല്ല, ലിഅന്നഹു ലൈസ ബദലൻ ഇല്ല അൻ ഹാദ എന്ന് പറയുമ്പോ ഈ മഹല്ലുൽ ഇൽതിഹാമിനെ തൊട്ടിട്ട് അതാണ് അൻ ഹാദ. ഹാദ എന്ന് പറയുന്ന ലമീർ മഹല്ലുൽ ഇൽതിഹാമിലേക്കാണ് ഇഷാറത്ത്. ലിഅന്നഹു എന്ന് പറഞ്ഞത് ആ അംഫുമ്മിനൻ നഖദ്, ആ അംഫുമ്മിനൻ നഖദ് ഇതിനെ തൊട്ട് മാത്രം എന്താണ്? ബദലാണ്. അപ്പൊ ആ പിന്നെ മുറിഞ്ഞ ഭാഗം കഴുകണമല്ലോ, ആ ഖത്ഉ മുബാഷിറായ ഭാഗം കഴുകണം. അപ്പൊ അതിന് പകരം ഉള്ളത് ഈ മൂക്ക് വെച്ച് നഖദിന്റെ മൂക്ക് മുഴുവനാണോ, അതേ മഹല്ലുൽ ഇൽതിഹാമ് മാത്രാണോ? അതാ മഹല്ലുൽ ഇൽതിഹാമ് മാത്രാണെന്നോ എങ്കിൽ അത് മാത്രം കഴുകിയാൽ മതി. പിന്നെ അംഫിൽ നിന്ന് മഹല്ലുൽ ഇൽതിഹാമ് കഴുകണം, അതിനെ തൊട്ട് മാത്രം ബദലാണ്. ഇതിൽ അംഫുൽ മഖ്തു, കാരണം മഖ്തുആയ അംഫ് ലാ യജിബു അൻ യുഗ്സല മിമ്മ ലഹറ ബിൽ ഖത്ഇ, ഖത്ത് കൊണ്ട് ലാഹിറാകുന്നത്
കഴുകൽ നിർബന്ധമില്ല. ഇല്ലാമാ ബാഷറഹുൽ ഖത്ഉ മുബാഷിറായ നേർക്ക് നേരെ ചേർന്ന് മുറിഞ്ഞ ആ ഭാഗം ഫഖത്ത് അത് മാത്രമേ കഴുകൽ നിർബന്ധമുള്ളൂ. അപ്പൊ ഈ വെച്ച മൂക്ക് ഒന്നായിട്ട് എന്തല്ല, അതിന് പകരല്ല. മഹല്ലുൽ ഇൽത്തിഹാം അത് മാത്രമാണ് എന്തിനെ തൊട്ട് പകരം, ഈ മൗലിയുൽ ഖത്ഇനെ തൊട്ട് പകരം എന്നായിരിക്കും. ലിഅന്നഹു ലൈസ ബദലൻ ഇല്ലാ അൻ ഹാദാ. അപ്പൊ ആ മൂക്ക് ഇതിനെ തൊട്ട് പകരമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ മാത്രം കഴുകിയാൽ മതി എന്നാ. ഇനി അൻമുലത്തിലാണെങ്കിലോ കുല്ലിഹി മിനൽ അൻമുലത്തി, അത് മുഴുവൻ കഴുകൽ നിർബന്ധമാണ്. അത് ഗസ്ലി മാഫി മഹല്ലിൽ ഇൽത്തിഹാമി എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ അത്ഫ. അപ്പൊ വല്ലദി യദ്ഹറു ഉജൂബു കുല്ലി ഗസ്ലി കുല്ലിഹി, മാഫി മഹല്ലിൽ ഇൽത്തിഹാമി എന്നുള്ളതിന്റെ മേലെ അത്ഫാണ്, ഗസ്ലിന്റെ മേലല്ല. അപ്പോൾ മാഫി മഹല്ലിൽ ഇൽത്തിഹാമി എന്നുള്ളതിന്റെ മേലെ അത്ഫാവുമ്പോൾ ഉജൂബു ഗസ്ലി കുല്ലിഹി എന്നാവും മിനൽ അൻമിലത്തി. അൻമിലത്ത് മുഴുവൻ കഴുകണം. കാരണം എന്താ, അന്നഹു ബദലുൻ ജമീഇ മാ ലഹറ ബിൽ ഖത്ഇ, ഖത്ഉ കൊണ്ട് ലാഹിറാകുന്ന മുഴുവനത്തിനെ തൊട്ടും പകരമാണ്, മഹല്ലുൽ ഇൽത്തിഹാമിനെ തൊട്ട് മാത്രം പകരമല്ല എന്നാ. പിന്നെ അപ്പൊ അങ്ങനെ അതും വ്യത്യാസമാകാൻ കാരണം എന്താ, ഈ മൂക്കിന്റെ അവിടെ എന്തുണ്ട്, ഒരു ബാത്തിന് വേറെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വെക്കുന്നത് മുഴുവൻ എന്തിനെ തൊട്ട് പകരമല്ല, ഈ മുറിഞ്ഞ ആ ഭാഗത്തിനെ തൊട്ട് പകരമല്ല. അതാണ്. പിന്നെ അപ്പൊ വെച്ചു പിടിപ്പിക്കുന്ന മൂക്ക് രണ്ട് ഭാഗം മറക്കുന്നുണ്ട് എന്നർത്ഥം. ഒന്നാ എന്താണ്, ബാഷറഹുൽ ഖത്ത്, ആ സ്ഥലത്തിനെയും മറക്കും, എന്ന പോലെ ഈ മൂക്കിന്റെ ഉള്ളിനെയും മറക്കും. അപ്പൊ അതുകൊണ്ട് രണ്ട് ഭാഗമായി വെക്കും. വിരലിന്റെ അവിടെ അങ്ങനല്ല, വിരൽ മുറിഞ്ഞാല് അതിന്റെ ഉള്ളു വേറെ ഇല്ലല്ലോ, പൊള്ളയായ സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായി, അത് മുഴുവൻ ഇതിന് പകരാണ്. അപ്പൊ മുഴുവൻ കഴുകണം. വലൈസ ഹാദാക്കൽ ജബീറത്തി, അപ്പോ ഈ പറയുന്ന ഈ അൻമിലത്തിന്റെ അവിടെ അത് ജബീറത്ത് പോലെയല്ല. ഹാദ എന്ന് പറഞ്ഞതിന്റെ ലമീറയിലേക്ക് മടങ്ങുക. അത് ഈ നഖദ്, എന്ത് നഖദ്, അൻമിലത്താക്കിയ നഖദ്, അംഫിന്റെ അവിടെ അല്ല. അപ്പൊ അൻമുലത്താക്കിയ നഖദല്ല കൽ ജബീറത്ത്, ജബീറത്ത് പോലെയല്ല, അവയവത്തിന്റെ മുകളിലുള്ള കെട്ടൽ പോലെയല്ല. കെട്ടൽ പോലെ ആണെങ്കിൽ എന്തുവരും, ഹത്താ യുംസഹ ബാഖിഹി ബദലൻ അമ്മാ അഖദഹു മിൻ മഹല്ലിൽ ഖത്ഇ. അപ്പോ തടകിയാൽ മതി എന്ന് വരും. ജബീറത്തിന്റെ മുകളിൽ തടകിയാൽ മതിയല്ലോ. തടകൽ നിർബന്ധമാണ്, കഴുകൽ നിർബന്ധമില്ല. അപ്പോ ജബീറത്ത് പോലെയാണെങ്കിൽ കഴുകൽ വേണ്ട, തടകിയാൽ മതിയെന്ന് വരും. അങ്ങനെയല്ല, അതാ ഹത്താ യുംസഹ, തടകപ്പെടുക, ബാക്കിഹി, അതിന്റെ ബാക്കി എന്ത്, ബാക്കി എന്ന് പറഞ്ഞാല് ഈ മഹല്ലുൽ ഇൽത്തിഹാമിന്റെ ബാക്കി, അത് തടകിയാൽ മതി എന്ന് വരും. ബദലൻ അമ്മ അഖദഹു മിൻ മഹല്ലിൽ ഖത്ഇ, എന്തിനു പകരമായി, ഈ നഖദ് അഖദ് ചെയ്ത ഒരു സ്ഥലത്തിന് പകരമായി, മിൻ മഹല്ലിൽ ഖത്ഇ, ഖത്ഇന്റെ മഹല്ലിന് പകരമായിട്ട് അവിടെ തടകിയാൽ മതി. ജബീറത്തിൽ അങ്ങനെയല്ല. ജബീറത്ത് ഉണ്ടാവുമ്പോൾ, വെച്ചേട്ടലുണ്ടാവുമ്പോൾ അതിന്റെ ഉള്ളിൽ കഴുകാൻ പറ്റാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് ഇതിന്റെ മുകളിൽ തടകണം, അത് നിർബന്ധ. കാരണം അതുപോലെയല്ല എന്ന് പറയാൻ ലിഅന്നഹ റുഖ്സത്തുൻ, ആ ജബീറത്ത് റുഖ്സയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തടകൽ മതി എന്നുള്ളത്, കഴുകൽ നിർബന്ധമില്ല എന്നുള്ളത് റുഖ്സയാണ്. വബി സദതി സവാലി, അതുമല്ല ജബീറത്ത് തന്നെ അസുഖം സുഖമായാലും മാറ്റുമല്ലോ. ഇതാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ എന്തുണ്ട്, പിന്നെ ഇത് മാറ്റാൻ വേണ്ടി വെച്ചതല്ലല്ലോ. മാറ്റുന്നതിന് എന്താണ്, മഹദൂർ തയമ്മും പേടിയുണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇത് എന്താക്കാൻ പറ്റൂല, അങ്ങനെ മാറ്റാൻ പറ്റൂല. പിന്നെ അപ്പൊ അതും വ്യത്യാസമുണ്ട് എന്നാ. ഇനി ഫി അൽമിൻ ഉസില, ഈ പറഞ്ഞത് ഒരു എല്ലിലും വരും എന്നാ പറയുന്നത്. ഈ പറഞ്ഞ തഫ്സീല് ഫി അൽമിൻ ഉസില, ഒരു എല്ല് ചേർത്ത് വെച്ചു. വലം യുക്തസ, എന്ത് ചെയ്തിട്ടില്ല, അത് ഇറച്ചി മൂടിയിട്ടില്ല. അപ്പൊ വെറും എല്ലാണ് എന്നർത്ഥം. എല്ലിങ്ങനെ വെച്ചതേ ഉള്ളൂ. അതിന്റെ പുറത്ത് ഇനി എന്താക്കണം, എല്ലൊക്കെ ഇറച്ചിയൊക്കെ വെച്ചു പിടിപ്പിക്കണം. അങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടില്ല. വേറെ ശരീരത്തിന്റെ മറ്റു ഭാഗത്തു നിന്നൊക്കെ എന്താവും, വെച്ചു പിടിപ്പിക്കുമല്ലോ ചിലപ്പോ. അപ്പൊ എല്ലിന് പൊട്ടലുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്തു, പകരം വേറെ എല്ല് മുറിച്ച് വെച്ചു. ഇനി ഇറച്ചി വെച്ച് മൂടണം. അങ്ങനെ മൂടിയിട്ടില്ല. അതിനു മുമ്പ് അവന് ഒളു കൊടുക്കേണ്ടിയെന്നാൽ ഒളു കൊടുക്കണമല്ലോ. അപ്പൊ അവിടെയും വരും എന്ന് പറഞ്ഞാൽ ആ എല്ല് കഴുകണം എന്ന് തന്നെ, അത് നിർബന്ധ. പിന്നെ മഴതാലിക്കൽ ആയങ്കുലു ലംസുഹു എന്നതോടുകൂടെ
എന്താണ് അത് തൊട്ടാൽ ഒതു മുറിയൂല, ഈ എല്ല് തൊട്ടാൽ ഒതു മുറിയൂല. കമാഹു ലാഹിറുൻ. കാരണം എന്താ? ലിഖ്തിലാഫിൽ മുദ്റക്കൈനി, രണ്ടിന്റെയും തെളിവ് വ്യത്യാസമാണ്. രണ്ടിന്റെയും തെളിവ് രണ്ടായതുകൊണ്ട് തൊട്ടാൽ ഒതു മുറിയും എന്നുള്ളത് മദിന്നത്തു ഷഹ്വത്താകണ്ടേ, അതിവിടെ ഇല്ലല്ലോ, ഇതല്ലല്ലേ. അതുകൊണ്ട് തലദ്ദുദില്ല എന്ന നിലക്ക്. എന്നാലോ പിന്നെ കഴുകൽ നിർബന്ധമാകാൻ കാരണം എന്താ? അത് ബദലുൻ അമ്മാ ലഹറ എന്നാണ്, ലാഹിറായ ഒന്നിന്റെ പകരമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എല്ല് വെച്ച് പിടിപ്പിക്കുമ്പോഴേ അതിന്റെ അപ്പുറത്ത് ഏതിലേക്കാണോ ചേർത്ത് വെച്ചത് അത് ലാഹിറായതാണല്ലോ, അതിന് പകരമാണ് ഈ വെച്ച എല്ല്. അപ്പൊ ആ എല്ല് മുഴുവൻ, അപ്പൊ അതുകൊണ്ട് അത് മുഴുവൻ കഴുകണം. ഇതാ പറഞ്ഞ. ഇനി ഇദാ തഖററ അന്നൽ വജ്ഹ മാ ദുക്കിറ ഫമിൻഹു മൗളിഉൽ ഗമമി വകദ തഹദീഫു ഫിൽ അസഹി എന്നിങ്ങനെ ഫമിൻഹു എന്ന് പറഞ്ഞ ഫാഇന്റെ അർത്ഥം പറഞ്ഞതാ. അപ്പോ ആ നേരത്തെ പറഞ്ഞതിന്റെ മേൽ തഫ്രിയാണെന്ന് അർത്ഥം. വഹുവ തൂലൻ വാർലൻ ഇന്നതാന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ മേൽ തഫ്രിയാണ്. അതാ ഇദാ തഖററ അന്നൽ വജ്ഹ മാ ദുക്കിറ ഫമിൻഹു. അപ്പൊ വജ്ഹിൽപ്പെട്ടതാണ് അൽ ജബീനാനി, രണ്ട് ജബീന്. ജബീൻ എന്ന് പറഞ്ഞാല് ഈ നെറ്റിന്റെ വശമാണല്ലോ. വഹുമ ജാനിബൽ ജബ്ഹത്തി, നെറ്റിയുടെ രണ്ടു വശം. നെറ്റിയുടെ രണ്ടു വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെറ്റി മുൻഭാഗത്ത് ഇങ്ങനെ നേരെയും പിന്നെ ഇങ്ങനെ വശങ്ങളിലേക്ക് ചെരിഞ്ഞിട്ടല്ലേ ഉള്ളത്. അപ്പൊ ആ ചെരിയുന്ന സ്ഥലം മുതൽ അങ്ങോട്ട് ജബീൻ എന്ന് പറയാ. നേരെയുള്ള മുൻഭാഗത്തിന് നേരെ മുൻഭാഗത്തിനാണ് ജബഹത്ത് എന്നറിയാം. പിന്നെ വൽ ബയാലില്ലതി ബൈനൽ ഉദിനി വൽ എഴുതാരി, എഴുതാറിന്റെയും ഉദിനിന്റെയും ചെവിയുടെയും ഇടയിലുള്ള ബയാലും അതിൽപ്പെട്ടതാണ്. പിന്നെ വൽ ബയാലുല്ലതി ബൈന യദയിൽ ഉദിനി, ഉദിനിന്റെ മുമ്പിലുള്ളത് അതിനർത്ഥം വെക്കാം. അതിന്റെ മുമ്പിലുള്ള എന്താണ് ബയാൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ ഇങ്ങനെ രോമം മുളക്കുക. അതിന്റെ ഇടയ്ക്ക് കുറച്ച് വെളുത്ത സ്ഥലമുണ്ട് രോമം മുളക്കാത്ത അത്. പിന്നെ വല്ല എഴുതാറും മുഖത്തിൽപ്പെട്ടതാണ്. വഹുവ ഷാറുൻ നാബിത്തു അലൽ അദ്മിൻ നാതി ബിഖുർബിൽ എന്ത് ഉദിനി എന്നിങ്ങനെ ആ തഫ്സീർ തേടുന്നത്. അതായത് ഇദാറ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വഹുവ ഇദാറ് ഏതാന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് മർഫുവായി വായിക്കണം എന്ന് അതിന്റെ ലാഹിർ മനസ്സിലാകുന്നത്. അപ്പോ ഈ ബൈന അല്ലതീ ബൈന അല്ലതീ ബൈനൽ ഉദിനി എന്നുള്ളതിന് എന്താക്കുക, മുമ്പില് നർത്ഥം വെക്കുക. ബൈന യദയിൽ ഉദിനി എന്ന് പറയില്ല, ബൈന യദ എന്ന് പറഞ്ഞാല് മുന്നില് നർത്ഥം വെക്കുക. അങ്ങനെ അർത്ഥം വെച്ചാൽ ഇത് മർഫുവായി വായിക്കാം. പക്ഷെ അവിടെ ആ തഫ്സീറും അതാ തേടുന്നത്. പക്ഷെ ഇദാറ് മുഖത്ത് പെട്ടതാന്ന് ഇനി പിന്നീട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ എന്താണ് ഇദാരിന്ന് ബൈനന്റെ രണ്ട് തുറഫാക്കിയിട്ട് ബൈനൽ ഉദിനി വല്ല ഇദാരി വഹുവ ഷാറുൻ നാബിത്തു എന്നിട്ട് ഇദാറ് പറഞ്ഞപ്പോ അതിനെ അന്ന് തഫ്സീർ ചെയ്തു. അല്ലെ, ഉദിന് ലാഹിറാണ്, ഇദാറ് എന്ന് പറഞ്ഞതോ അത് രോമാണ്. നാബിത്ത് അലല്ല അലമിൻ നാത്തി ബി ഖുർബിൽ ഉദിനി, ഉദിനിന്റെ എന്താണ് ചെവിയുടെ അടുത്തായി ഉയർന്നു നിൽക്കുന്ന എല്ലിന്റെ മേലിൽ മുളക്കുന്നത് എന്നാ. അതിന്റെ അടുത്തായി എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് മുമ്പിലായിട്ട് എന്നർത്ഥം. പിന്നെ മൗലിയുൽ ഗമമി, ഗമമിന്റെ മൗലിയും. പിന്നെ വഹുവ മായമ്പുത്തു അലൈഹി ഷാറു മിനൽ ജബ്ഹത്തി, നെറ്റിയിൽ നിന്ന് എന്താണ് മുടി മുളക്കുന്ന ഭാഗം. എമ്പുത്തു അലൈഹി ഷാർ മിനൽ ജബ്ഹത്തി, നെറ്റിയിലേക്ക് ഇറങ്ങി എന്താണ് മുടി മുളക്കുന്ന സ്ഥലം. ഈ ഗമമ് എന്ന് പറഞ്ഞാല് ഗമ്മ എന്നുള്ളതിന്റെ മസ്തറാണ് ഗമമ് എന്ന് പറയുന്നത്. പിന്നെ ഗമ്മ് അഗമ്മ എന്നൊക്കെ പറഞ്ഞാല് വിഷമുണ്ടായിരുന്നൊരർത്ഥമുണ്ട്. ഇവിടെ അതല്ല. ഇവിടെ എന്താണ് മുടി ഇറങ്ങി മുളക്കുക എന്ന, മുടി ഇറങ്ങി മുളക്കുന്നതിനാണ് ഗമ്മ എന്ന് പറയുക. ഗമ്മ എന്ന് പറഞ്ഞാല് എന്താണ് സാല ഷാറുർ റസി എന്നറിയും. പിന്നെ മുടി താഴോട്ടിറങ്ങി എന്നാ.
അപ്പൊ അങ്ങനെ താഴോട്ട് സാല ഗമ്മ സാല ഷാറു റസിഹി ഹത്ത ലാഖത്ത് ജബ്ഹത്തുഹു എന്നുണ്ട്. പിന്നെ അത് പെരടിക്ക് മുളച്ചാലും പറയും. തലേന്റെ മുടി ഇറങ്ങി മുളയ്ക്കാന്ന് പറഞ്ഞത് നെറ്റിയിൽ മാത്രമല്ല. ഗമ്മ ഗമ്മമു എന്നുള്ളത് എന്താണ്, പെരടിയിൽ താഴോട്ട് ചിലപ്പോൾ മുടി ഇറങ്ങി മുളക്കുമല്ലോ, അതിനും പറയും. അത് ഐബ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് എന്താണ് ഗമമു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഗമമു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാ മൗലിഉൽ ഗമമി വഹുവമായും ബുത്തു അലൈഹി ഷാറു മിനൽ ജബ്ഹത്തി ഉണ്ടോ നെറ്റിയിൽ നിന്ന്. ലാ മൗലിഉ സലഇ, സലൈന്റെ മൗലിയല്ല. അതായത് ആ മൗലിഉ സലഇ എന്ന് പറഞ്ഞത് അപ്പൊ ഇറങ്ങി മുളക്കുന്നത് മുഖത്തിൽ പെട്ടതാണ്. എന്നാൽ സലഇ എന്ന് പറഞ്ഞത് പിന്നെ മുടി കൊഴിയുന്ന സ്ഥല. അതായത് നെറ്റിന്റെ നേരെ മുകളിൽ നിന്ന് എന്താവും, മുടി കൊഴിയുമല്ലോ, കൊഴിഞ്ഞിട്ട് അങ്ങ് മുന്നോട്ട് മുകളിലേക്ക് കയറും. അതാ വഹുവ മൻഹസറ. സലഇ എന്ന് പറഞ്ഞാൽ കഷണ്ടി എന്നാണല്ലോ. അൻഹു ഷഅറു മിൻ മുഖദ്ദമിർ റഅസി വ അൻഹുമാ ഇഹ്തറസു ബിഖൗലിഹിം. ഈ മൗലിഉൽ ഗമമും എന്ന പോലെ മൗലിഉ സലഉ, ഇത് രണ്ടിനെയും തൊട്ട് ഇഹ്തിറാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, അവര് ഗാലിബൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഗാലിബിലും മുളക്കുന്നത് എന്ന് പറഞ്ഞാല് ഗാലിബിനെതിരിൽ നാദിറായിട്ട് ചിലർക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഗമമുണ്ടാവും, താഴോട്ട് ഇറങ്ങി മുളയ്ക്കും. ചിലർക്ക് കൊഴിഞ്ഞു പോയിട്ട് മുകളിലോട്ടും ആകും. ഇത് രണ്ടും കൂട്ടൂലാന്നാ. പിന്നെ ഖാലൽ ഇമാമു ഗൈറുഹു, ഇമാമുൽ ഹറമൈനിയും ഒയറും പറഞ്ഞു ഓഹോ മുസ്തദ്റക്കുൻ. ഈ പറഞ്ഞത് മുസ്തദ്റക്കാണെന്ന് പറഞ്ഞാൽ മുഅ്തറലാണ്. അത് എന്താണ്, എഴുത്തിറാൽ ചെയ്യപ്പെടണ്ട. കാരണം എന്താ, ലിഅന്ന മഹല്ലൽ അവ്വലി ലൈസ മിൻ മനാബിത്തിർ റഅസി, അത് തലയുടെ മനാബിത്തിൽ പെട്ടതല്ലല്ലോ, പിന്നെന്തിനാ അതിന് ഇഹ്തിറാസ് ചെയ്യേണ്ട ആവശ്യം? അതിൽ പെട്ടതാണെങ്കിലല്ലേ അതിന് ഇഹ്തിറാസ് ചെയ്യേണ്ട ആവശ്യം. കാരണം മൗലിഉൽ ഗമമു എന്ന് പറഞ്ഞാൽ തലയുടെ മനാബിത്തിൽ പെട്ടതല്ല, നെറ്റിയിൽ മുളയ്ക്കുന്നതാ. വസാനി രണ്ടാമത്തതാണെങ്കിൽ ലൈസ മിൻ മനാബിത്തിൽ വജ്ഹി, സലൈന്റെ മൗലിഉ എന്ന് പറഞ്ഞ മുഖത്തിന്റെ മനാബിത്വം അല്ല. ലൈസ മിൻ മനാബിത്തിൽ വജ്ഹി, മുഖത്ത് മുടി മുളക്കുന്നതുമല്ല. അപ്പൊ മുഖത്ത് മുടി മുളക്കുന്നതാണ് എന്നുണ്ടെങ്കിലല്ലേ ഗാലിബൻ എന്ന് പറയേണ്ടതുള്ളൂ. അപ്പൊ അത് മുസ്തദ്റക്കാണ് എന്ന് പറഞ്ഞ്. അതുകൊണ്ട് എന്ത് ചെയ്ത് നിഹായൽ പറഞ്ഞത് ഇത് ഈലാഹാണ് എന്നാ പറയുന്നത്. ഗാലിബൻ എന്ന് പറഞ്ഞ ഇഹ്തിറാസ് അല്ല, ഈലാഹുൽ ലി ബയാനി ഇഖ്റാജി സലഇ വ ഇദ്ഖാലിൽ ഗമമി ഇദി തഅബീറു ബിൽ മനാബിത്തി കാഫിൻ ഫീ ദാലിക ഫീഹിമാ ലിഅന്ന മൗലിഅ സലഇ മംബിത്തു ശഅരി റഅസി വ ഇൻ ഇൻഹസറ ശഅറു അൻഹു ലിസബബിൻ വൽ ജബ്ഹത്തു ലൈസത്ത് മംബിത്തഹു വ ഇൻ നബത്ത അലൈഹ അശ്ശഅറു എന്നിങ്ങനെ വലിദാ ഖാലൽ ഇമാമു എന്ന് പറഞ്ഞിട്ട് ഇത് മുസ്തദറക്കാണ്, അത് മുഅ്തറലാണ്. അപ്പോൾ ഈലാഹാണ്, ഇഹ്തിറാസ് അല്ല എന്ന് നിഹായ പറഞ്ഞത്. പിന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇമാമുൽ ഹറമൈനി പറഞ്ഞ അതിനോട് യോജിക്കുകയും ചെയ്തു. ഇനി ഖീല അൽ അഹ്സനു ഖൗലു അസ്ലിഹി അർ-റഅസ്, റഅസിഹി എന്ന് പറഞ്ഞിട്ട് ഇഹ്തിറാസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. മാബൈന മനാബിത്തിർ റഅസി ഗാലിബൻ എന്നിങ്ങനെ മനാബിത്ത് ഷാരി റഅസി ഹീന്ന് ഇലാഫത്തില്ലാതെ റഅസി എന്ന് പറയലാണ് നല്ലത്. കാരണം എന്താ, ഇവന്റെ അതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഖീല ലിഅന്ന മനാബിത്ത ഷാരി റഅസിഹി ഷൈഉൻ മൗജൂദുൻ, കാരണം ഈ ഒതുവെടുക്കുന്നവന്റെ തലയുടെ മുടി മുളക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് അതവിടെ മൗജൂദാണല്ലോ. ലാ ഗാലിബ ഫീഹി വലാ നാദിർ, ആ മുളച്ച മുടിയെക്കുറിച്ച് എന്താണ് നാദിർ എന്നോ ഗാലിബോ എന്നോ പറയാനില്ലല്ലോ, അതവിടെ മൗജൂദല്ലേ. അപ്പൊ പിന്നെ അതും ഇതും കൂടി ഒക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താക്കണം, റഅസി എന്നുള്ളതായിരുന്നു നല്ലത് എന്നാ. പിന്നെ ഇന്ദഹ ലൈസ ഫീ മഹല്ലിഹി, ഇങ്ങനെ ഖീല ഖീല എന്തല്ല, അതായത് ഇത്റാദിന്റെ മഹല്ലിലല്ല. പിന്നെ ലിഅന്നൽ മൗജൂദ കദാലിക ഹുവ ഷഅറു, അവിടെ മൗജൂദ് എന്ന് പറഞ്ഞ ഷഅറല്ലേ, അതവിടെ രോമാണ്, തലമുടിയാണ്. വഅമ്മ മഹല്ലു നബ്തിഹി അൽ ഗാലിബ് വ ഗൈറുഹു, ആ മുടി മുളക്കുന്ന മഹല്ല് ഗാലിബായ മഹല്ലും വഗൈറുഹു, ആ ഗാലിബ് അല്ലാത്ത മഹല്ലും ഫലാ യഫ്തരിഖുൽ ഹാലു ഫീഹി, അവിടെ ഹാല് വ്യത്യാസമില്ല, ആ മഹല്ലിലെ ഹാല് വ്യത്യാസമില്ല. ബൈന തഅബീരി ബിർറഅസി വറഅസിഹി, അത് ഇവന്റെ തല എന്ന് പറഞ്ഞാലും മൊത്തത്തിൽ തല എന്ന് പറഞ്ഞാലും ആ ഇബാറത്തിൽ വ്യത്യാസമില്ല. കമാ വാളിഹുൻ, അപ്പൊ ഗാലിബ് എന്ന് പറഞ്ഞത് മംബിത്തിനാ,
മഹല്ലുൻ നബത്തിനാണ് ഗാലിബ്. അപ്പൊ ഇവന്റെ തലയിൽ മുടിയുണ്ട്, പക്ഷെ ഉള്ള മുടി എന്താണ്, ഗാലിബൻ മുളക്കുന്ന സ്ഥലത്താണോ അല്ലേ? ഗാലിബൻ മുളക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ മുതൽ ഇങ്ങോട്ട് എന്ത്, പിന്നെ മുഖം അല്ല, അതിനേക്കാൾ മുകളിലേക്ക് കയറിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഗാലിബൻ മുളക്കുന്നത് മുതൽ മുഖം, അല്ല താഴോട്ട് ഇറങ്ങിയിട്ടാണെങ്കിലോ എന്നാലും ആ ഗാലിബൻ മുളക്കുന്ന അത്. അപ്പോ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി വക്കത തഹദീഫ്, ഇങ്ങനെ തന്നെയാണ് തഹദീഫ്. തഹദീഫ് എന്ന് പറഞ്ഞത് പിന്നെ ബിദ്ദാലി, അതാ ബിഇജാമിദ്ദാലി ഐ മൗലിഇ, തഹദീഫിന്റെ മൗലിഉം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാല് അതും മുഖത്തിൽപ്പെട്ടതാണ്. തഹദീഫിന്റെ മൗലി എന്ന് പറഞ്ഞാൽ ആ കഥന്റെ അർത്ഥം പറഞ്ഞ ഐ മൗലിഉഹു മിനൽ വജ്ഹി. അപ്പൊ അവിടെ ഒരു മൗലി തക്തീർ ചെയ്യണം, എന്നിട്ട് കഥന്റെ അർത്ഥം മിനൽ വജ്ഹി എന്നർത്ഥം, വില്ല സഹി. അപ്പൊ ഇവിടെ ഖിലാഫുണ്ട്. നേരത്തെ പറഞ്ഞിടത്ത് മൗലികൾ ഗമമിൽ ഖിലാഫില്ല. കാരണം എന്തായാലും മുഹാദാത്തിഹി ബയാലൽ വജ്ഹി, അതേതാന്ന് പറയുന്നുണ്ട്. പിന്നെ വജ്ഹിന്റെ മുഖത്തിന്റെ ബയാലിനോട് മുഖാബിലാണ്, അതിന്റെ മുഹാദിയാണ് ഇത് ഹുവ. കാരണം ആ മൗലിഉ തഹദീഫ് എന്ന് പറഞ്ഞ മാ ബൈന ഇബ്തിദാഇൽ ഇദാരി വന്നസാഅത്തി, ഇദാറിന്റെയും നസാഅത്തിന്റെയും ഇടയിലുള്ളതാണ്. ഇദാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ആ എല്ല് പിന്നെ ചെവിന്റെ മുമ്പില് എല്ല്, ആ എല്ലില് മുളക്കുന്ന മുടി, അതിനാണ് ഇദാർ എന്ന് പറയുന്നത്. അതുമുതൽ നസാഅത്ത് എന്ന് പറഞ്ഞാൽ കഴുനെറ്റി എന്നല്ലേ, ഈ നെറ്റി തലയുടെ നേരെ മുന്നിലല്ലാതെ രണ്ട് വശങ്ങളിലായി മുടി കൊഴിയുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടം വരെ ഉള്ളത്. അപ്പൊ അതിന്റെ ഇടക്ക് കുറച്ച് എന്താണ്, ആ രോമം മുന്നോട്ട് നിൽക്കുന്നുണ്ടാവും, ഒരിങ്ങനെ കൂർത്തിട്ട്. അതാണ് ഈ മൗലിഉ തഹദീഫ് എന്ന് പറയുന്നത്. അത് മുഖത്തുപെട്ടതാന്ന് പറഞ്ഞ് യുഴ്ത്താദു തൻഹയ്യത്തുഹു, അതിനെ നീക്കല് പതിവാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ആ എന്താണ് തഹദീഫ്, ആ ഷെയറാണല്ലോ. അപ്പൊ ആ തഹദീഫിന്റെ മൗലിയിലെ ഷെയർ എന്നർത്ഥം തൻഹിയത്തുഹു. എന്തിന്, ലിയത്തസിയൽ വജുഹു, മുഖം വിശാലമാകാൻ വേണ്ടി. അപ്പൊ മുഖത്തിന്റെ ഈ വട്ടം കണ്ട് ഒത്തുവരാൻ വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ അങ്ങനെ ഉണ്ട്, കുട്ടികളിലൊക്കെ പഠിക്കുന്ന കണ്ടിട്ടില്ലേ, അതാണ് മൗലിഉ തഹദീഫ് എന്ന് പറഞ്ഞത്. പിന്നെ ലസ്സുദ്ഗാനി, സുദ്ഗാനി എന്തല്ല, അത് മുഖത്തുപെട്ടതല്ല. വഹുമ അൽ മുത്തസിലാനി ബിൽ ഇദാരി, അത് ഇദാറിനോട് ചേർന്ന് നിൽക്കുന്നതാ. മീൻ ഫൗഖു, അതിന്റെ നേരെ മുകളിൽ. അതായത് ഇപ്പൊ ഈ മൗലിഉ തഹദീഫിന്റെ താഴെ ആയിട്ട് അവിടെ എന്താണ് ഉള്ള രോമം, അതാ ഇദാറിന്റെ അതിന്റെ ഇടയിലുള്ള രോമം, അതിനാണ് സുദ്ഗ് എന്ന് പറയുക. ആ സുദ്ഗാനി ബിൽ ഇദാരി മീൻ ഫൗഖു, ഇദാറിന്റെ മുകളിലായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഇദാറിന്റെ താഴെ ചേർന്ന് നിൽക്കുന്ന ആരിലാണ്, അത് ശേഷം വരും. അതാ മീൻ ഫൗഖു എന്ന് പറഞ്ഞ. പിന്നെ അല്ല, മീൻ ഫൗഖി വത്തദിൽ ഉദ്നൈനി, അത് ശരിയാ, ഇലാഫത്തായിട്ടാ. മീൻ ഫൗഖി വത്തദിൽ ഉദ്നൈനി, ആ ഉദ്നൈനിന്റെ എന്താണ് വത്തദ് എന്ന് പറഞ്ഞ അസല്, അവിടുന്ന് എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ നിന്നായിട്ട് ഇദാറുമായി ചേർന്ന് നിൽക്കുന്നത് എന്നാ. ഇല്ലാന്നഹു ലാ യുംകിനു ഗസ്ലുൽ വജ്ഹി, അത് മുഖത്തിൽ പെട്ടതല്ലെങ്കിലും മുഖം കഴുകൽ സൗകര്യമാവൂല. ഇല്ലാ ബി ഗസ്ലി ബഅലി കുല്ലിൻ മിൻഹുമാ, ഈ പറഞ്ഞത് അതിൽ നിന്ന് രണ്ടും എന്താക്കണം, ഒരല്പം കഴുകിയെങ്കിലേ പറ്റുള്ളൂ. ആ സുദ്ഗാനിയിൽ നിന്ന് അല്പം കഴുകിയെങ്കിലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല. പിന്നെ വത്തദിൽ മിൻഫോക്കി വത്തദിൽ ഉദ്നൈനി, വത്തദ് എന്ന് പറഞ്ഞാൽ മഖറ് എന്ന അർത്ഥം പറഞ്ഞ് ഹാഷിയയില്. അപ്പൊ അതിന്റെ വത്തദ് എന്ന് പറഞ്ഞാൽ അതിന്റെ കുറ്റിയാണി എന്നൊക്കെ പറയും. അതായത് അത് ഉറച്ചു നിൽക്കുന്ന സ്ഥലം, ആ ചെവി പിടിച്ച എന്താണ് ഉറച്ചു നിൽക്കുന്ന സ്ഥലം, അതിനാ വത്തദ് എന്ന് പറയാം. അവിടെ മുതൽ ഇങ്ങ് മുകളിലോട്ട് മുകളിൽ നിന്ന് ചേർന്ന് നിൽക്കുന്നത്, ഇതാണ് സുദ്ഗാനി. അപ്പൊ അത് മുഖത്തിൽപ്പെട്ടാലെങ്കിൽ അവർക്ക് അല്പം കഴുകണം. പിന്നെ കമായോലമും സൈത്യ, അതിന് ശേഷം വരും. അതായത് ഈ ചുറ്റുഭാഗത്തു നിന്ന് ഒരല്പം കയറ്റി കഴുകണമെന്ന് ശേഷം പറയുന്നുണ്ടല്ലോ. വലൻ നസാഅത്താനി, നസാഅത്താനി അതിൽപ്പെട്ടല്ല. ബിഫത്തഹി സായി അഫ്സഹു മിൻ നിസ്കാനിഹ വഹുമ ബയാലാനി യക്തനിഫാനി നാസിയത്ത്, അത് രണ്ട് വെളുത്ത സ്ഥലമാണ്, മുടി കൊഴിഞ്ഞ സ്ഥലം, മുടിയില്ലാത്ത സ്ഥലം. അത് എന്താണ് നാസിയത്ത്, മൂർദാവിനെ ചുറ്റി നിൽക്കും, അതിന്റെ രണ്ടു വശത്ത്.
അത് നേരത്തെ പറഞ്ഞ മൗലിയുൽ ഗമമു എന്ന് പറഞ്ഞല്ലോ, അവിടെ ഇങ്ങോട്ട് മൗലിയു സലഅ് എന്ന് പറഞ്ഞത് ഈ നസാത്താനിന്റെ നടുവിലായിട്ടാണ് ഉണ്ടാകുക. പിന്നെ അത് ചിലർക്ക് അങ്ങനെ കഷണ്ടി ഉണ്ടാകുക. ഈ നസാത്താനി എന്ന് പറഞ്ഞ പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന. പിന്നെ യക്തനിഫാനിൻ നാസിയത്ത എന്ന് യുഹിയത്താനി ബിഹ, അത് രണ്ടും നാസിയത്തിനെ വലയം ചെയ്യും, അപ്പുറം ഇപ്പുറം നിൽക്കും. ഫലൈസ മിനൽ വജീഹ്, അത് മുഖത്തിൽപ്പെട്ടതല്ല, ബൽ മിനർ റസി, അവിടെ എന്താണ്, അവിടെ രോമമില്ല, പക്ഷേ അത് തലയിൽപ്പെട്ടതാണ്. ഇനി അന്നഹുമാ ഫീ തദ്വീരിഹി, കാരണം അത് രണ്ടും ഈ തലയുടെ വട്ടത്തിൽപ്പെട്ടതാണ്, അപ്പം അതുകൊണ്ട് അത് ഇതിൽ പെട്ടതല്ല എന്ന് പറഞ്ഞു. ഇനി ഖുൽതു സഹഹൽ ജുംഹൂർ അന്ന മൗലിയ തഹദീബ് മിനർ റസി, നേരത്തെ പറഞ്ഞ തഹദീബിന്റെ മൗലി എന്തല്ല, അത് തലയിൽപ്പെട്ടതല്ല മുഖത്തിൽപ്പെട്ടതാണെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. എന്നാൽ ഫില്ല സഹീന്ന് ഖിലാഫോടുകൂടിയാണ് പറഞ്ഞല്ലേ, അത് മുഖത്തിൽപ്പെട്ടതാണ്, എന്നാൽ അത് തലയിൽപ്പെട്ടതാണ് എന്ന് ജുംഹൂറും തസ്സീഹാക്കിയിട്ടുണ്ട് എന്ന്. അപ്പം അത് എന്താ, ജുംഹൂറും അങ്ങനെ തസ്സീഹാക്കി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അസഹിന്റെ മുക്കാബിലെ തസ്സീഹാക്കിയവരുണ്ട് എന്നർത്ഥം, അത്രേ ഉള്ളൂ. അസഹിന്റെ മുക്കാബിലയ്ക്ക് ഒരു കൂവത്തുണ്ട്. ഇനി അത് ഇസ്തിദ്റാക്കായി പറഞ്ഞ ലിത്തിസാലി ഷാരിഹി ബി ഷാരിഹി, കാരണം എന്താ, അത് പിന്നെ അതിന്റെ രോമം തലയുടെ രോമമായിട്ട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് അത് തലയിൽപ്പെട്ടതാണ്. വല്ലാഹു അലം. യുസന്നു വസ്ലി കുല്ലിമ ഖീല ഇന്നഹു മിനൽ വജിഹി, വജിഹിൽ പെട്ടതാണെന്ന് ഇപ്പൊ അഭിപ്രായം പറഞ്ഞാൽ ഖിലാഫുള്ളതുണ്ടല്ലോ. സലഇ വന്നസാഅത്തൈനി വത്തഹദീബ്, ഇതെല്ലാം കഴുകൽ സുന്നത്താണ്. ഇനി വയജിബു ഖസ്ലു മുഹാദിഹി, ഇതാ പറയുന്നത് ആ ചുറ്റും നിൽക്കുന്നത് ഒരല്പം കൂടി കയറ്റി കഴുകണം. വയജിബു ഖസ്ലു കുല്ലി ഹുദുബിൻ വഹാജിബിൻ വൈദാരിൻ എന്ന മത്തനിൽ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണ്, ആ രോമങ്ങൾ അതിൻ്റെ അത് പിന്നെ ഫുള്ള് കഴുകേണ്ടതും അല്ലാത്തതൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൂട്ടി വയജിബു ഖസ്ലു മുഹാദിഹി, ഈ വജിഹിന്റെ മുഹാദി എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നിൽക്കുന്നത് എന്നാണല്ലോ. അപ്പൊ അതിർത്തി പറഞ്ഞല്ലോ, ആ അതിർത്തിയോട് നേർക്ക് നേരെ നിൽക്കുന്ന മിസാഇരി ജവാനിബിഹി, ആ വജിഹിന്റെ 4 വശങ്ങൾ, എല്ലാ വശങ്ങളിൽ നിന്നും മിമ്മാലായ തഹഖഖ്, ആ മുഹാദി എന്തിനാല്, മുഹാദിക്ക് ബയാന് ലായ തഹഖഖ് വസ്ലു ജമീഇഹി, ജമീഇഹി എന്ന് പറഞ്ഞാൽ വജിഹ് മുഴുവൻ കഴുകല് തഹഖഖാവൂല ഇല്ലാ ബി വസ്ലിഹി, ആ മുഹാദി കഴുകിയാലല്ലാതെ. അപ്പൊ അത്രയും കഴുകണം. കാരണം എന്താ, ലിഅന്ന മാലായത്തിമുൽ വാജിബുൽ മുത്ലഖു ഇല്ലാ ബിഹി വാജിബുൻ, വാജിബ് മുത്തലക്ക് പൂർത്തിയാകണമെങ്കിൽ ഒരു കാര്യമാണ്, അങ്ങനത്തെ ഒരു കാര്യം നിർബന്ധമാണ്. അപ്പൊ ഇത് ചെയ്തെങ്കിലേ മുഖം കഴുകിയെന്ന് ഉറപ്പാവുള്ളൂ. അപ്പൊ ഒരല്പം കയറ്റി കഴുകണം എന്നർത്ഥം. വയജിബു ഖസ്ലു ഷാരിൽ മുഹാദി, അപ്പൊ ആ മുഹാദിന്റെ തൊലി മാത്രം കഴിയാൽ മതിയോ, അതെല്ലാം രോമവും കഴുകണം. അതാ വൈൻ കസുഫ, അത് കസീഫാണെങ്കിലും കഴുകണം. കമാ യജിബു ഖസ്ലു കുല്ലി ഹുദുബിൻ, ഹുദുബ് മുഴുവൻ കഴുകൽ നിർബന്ധമായ പോലെ. കുല്ല് ഹുദുബിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, കുല്ലിന്റെ അർത്ഥം ഷാറം വ ബഷറൻ എന്നാണ്. അതിന്റെ തൊലിയും രോമം എല്ലാം കഴുകണം, ഉള്ളും പുറം എല്ലാം കഴുകണം. ഹാജിബിൻ, ഹാജിബ് മുഴുവൻ. വൈദാരിൻ, എഴുതാറ്, പിന്നെ ഇമയും എന്നപോലെ പുരികവും എന്നപോലെ എഴുതാറും. ബിൽ മുഅ്ജമത്തി വഹുവ മാമറ, അതിന്റെ അർത്ഥം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് എഴുതാറ് ഏതാന്നുള്ളത് അല്ലെ. പിന്നെ ചെവിന്റെ നേരെ മുന്നിൽ ഉള്ള രോമം എന്ന് പറഞ്ഞാൽ വമൻ ഹത്ത അൻഹു, ആ ഇദാറ് മുതൽ താഴോട്ടുള്ളതും ഇലൽ ലഹിയത്തി, അത് അതിന്റെ താഴോട്ടുള്ളതാകുന്നത് ആരിലുൻ, അത് ആരിലാണ്. അപ്പൊ ചെവിന്റെ നേരെ മുന്നിൽ നിൽക്കുന്നതാണ് ഇദാറ് എന്ന് പറയുന്നത്. അവിടുന്ന് താഴോട്ട് ലഹിയത്ത് വരെ ഉള്ളത്, ലഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ പല്ലിന്റെ പിന്നെ വായയുടെ താഴ്ഭാഗത്തായി ഇങ്ങനെ ആ ദക്കനിൽ മുളയ്ക്കുന്നതിനാണല്ലോ ലിഹിയത്ത് എന്ന് പറയാ. അപ്പോ അതുവരെ ഉള്ളത് ആരിലാണ്. ഹുക്കുമുഹു, ആരിലിന്റെ ഹുക്കുമാകുന്നത് ഹുക്കുമുഹാ ലഹിയത്തിന്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞാൽ അത് തിങ്ങിയതാണെങ്കിൽ ഉള്ളിൽ കഴുകണ്ട. ആരിലിന്റെ ഹുക്കും ലഹിയത്തിന്റെ ഹുക്കുമാണ്, അത് ശേഷം വരും. പിന്നെ ഷാരിബിൻ, അപ്പൊ അത് കുല്ല് കഴുകണ്ടെന്നർത്ഥം. എഴുതാറ് കുല്ല് കഴുകണം. ഷാരിബിൻ, ഷാരിബും കുല്ലും കഴുകണം മുഴുവൻ. പിന്നെ ഹദ്ദിൻ, കവിളും ഫുള്ള് കഴുകണം. അംഫഖത്തിൻ, അംഫഖത്തും കഴുകണം. അംഫഖത്ത് എന്ന് പറഞ്ഞാൽ താഴെ ചുണ്ടിന്റെ താഴെയുള്ള രോമത്തിനാണല്ലോ പറയാ. ഷാറൻ വ ബഷറൻ, അതിന്റെ തൊലിയും എന്ന പോലെ രോമം കഴുകണം. തഹത്തഹു,
ബഷർ എവിടെയുള്ള താഴത്തഹു ആ ഷാറിന്റെ താഴത്തിലുള്ള രോമത്തിന്റെ താഴത്തിലുള്ള തൊലി അത് കഴുകണം. വൈൻ കസൂഫ അത് രോമം കസീഫാണെങ്കിലും, കാരണം എന്താ കസീഫിന്റെ അർത്ഥം പറയുന്നു ലിനുദ്രത്തിൽ കസാഫത്ത് ഫീഹ അവിടെ കസാഫത്ത് കുറവാണ്, അതുകൊണ്ട് അതിനാദിറാണ്. ഇനി ഫൗൽഹിഖത്ത് ബിൽ ഗാലിബി അപ്പൊ ആ അംഫക്കത്തിന് ചേർക്കപ്പെട്ടു, ഗാലിബിനോട് ചേർക്കപ്പെട്ടു. ഗാലിബ് എന്ന് പറഞ്ഞാൽ അത് കഥാഫത്തില്ലാത്തതാണത്. അപ്പൊ കഥാഫത്തില്ലാത്തതാണ് നേരത്തെ പറഞ്ഞ ഹുദുബും ഹാജിബും ഇദാറും ഒക്കെ ഷാരിബും ഒക്കെ. അപ്പൊ അതിനോട് ചേർക്കപ്പെട്ടു, അതിന്റെ ഹുക്കുമ കൊടുത്തു എന്നർത്ഥം. പിന്നെ മുയ്യീസ ബി ഹാദൈനി ഈ രണ്ട് തമ്മീസ് പറഞ്ഞ എന്തിനാ ഷഅറൻ വ ബഷറൻ എന്ന് അതിന് ഈ പറഞ്ഞതിനെല്ലാം കൂടി തമ്മീസായിട്ട് പറഞ്ഞതാണല്ലോ. മാന്ന തിൽക്ക അസ്മാഉൽ ലിശ്ശുഊരി ഈ പറഞ്ഞതൊക്കെ ഷാറുകളുടെ പേരാണ്. ഇല്ലൽ ഖദ് ഖദ് ഒഴികെ. ഖദ് എന്ന് പറഞ്ഞത് അത് ഷാറിന്റെ പേരല്ല, അത് തൊലീന്റെ പേരാ. അപ്പോ അങ്ങനെ എല്ലാത്തിനും ഈ തമ്മീസ് പറഞ്ഞ എന്തിനാ ലിയുബയ്യിന അന്നൽ മുറാദ ഹുനാ ഹിയ വ മഹല്ലുഹാ. അപ്പൊ ഈ രോമം മാത്രമല്ല ഇവിടെ ഉദ്ദേശം, അതും അതിന്റെ മഹല്ലും ഉദ്ദേശമാണ്. കുല്ലി ഹുദുബിൻ എന്ന് പറഞ്ഞപ്പോഴേ അതുകൊണ്ട് ഹുദുബ് കൊണ്ട് ഹാജിബ് കൊണ്ടൊക്കെ ഉദ്ദേശം ആ രോമങ്ങൾ അത് മുളയ്ക്കുന്ന സ്ഥലവുമാണ് ഇവിടെ ഉദ്ദേശം. അത് യഥാർത്ഥത്തില് ലുഗത്തില് ആ രോമങ്ങൾക്ക് മാത്രം പറയുന്നതാണെങ്കിലും എന്നാ ഖീല അല്ല. ഇത് എന്താണ് തമ്മീസ് പറഞ്ഞതിന് വേറൊരു ഫായിദ പറഞ്ഞിട്ടുണ്ട് ചിലർ, അത് ശരിയല്ല എന്ന് പറയുന്നത്. ഖീല ലിയർജിയ ഷാറൻ ഷാറൻ എന്ന് പറഞ്ഞതിൽ ഖദ്ദി ഖദ്ദിലേക്ക് മടങ്ങാനും, ബഷറൻ ബഷറൻ എന്ന് പറഞ്ഞതിൽ ഗൈരിഹി അതല്ലാത്ത അംഫഖത്ത് ഷാരിബ് ഇതിലേക്കൊക്കെ മടങ്ങാന്. അപ്പൊ ഖദ്ദിൽ രോമം മുളച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കഴുകണം എന്ന് അത് അതിലേക്ക് മടങ്ങും. പിന്നെ ബാക്കിയുള്ളതിന്റെയൊക്കെ ഷാറ് മാത്രം കഴിയുക പോലെ ബഷറും കൂടി കഴുകണം എന്നിങ്ങനെ പകുതിയും പകുതിയായിട്ട് മടക്കാന്ന്. വഫീഹി ഖലാഖത്തുൻ അതിലൊരു ഇൽത്തിറാബ് ഉണ്ട്, അത് ശരിയാവില്ല. ഇബാറത്ത് ഒരു എന്താണ് ഇൽത്തിറാബില്ലാത്ത രീതിയിൽ പറഞ്ഞു പോണ്ടേ. പിന്നെ കാരണം ആ ഇൽത്തിറാബ് എന്ന് പറയാൻ കാരണം എന്താണ് ഹദ് എന്നുള്ള ഇടക്കല്ലേ പറഞ്ഞ്. അപ്പൊ ഷാറമോ ബഷറൻ എന്നിങ്ങനെ മടക്കാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ മാതിരി വന്ന് ഹദ് ആദ്യം പറയണമായിരുന്നു, എന്നിട്ട് ബാക്കിയുള്ള ശേഷം പറയാം, അല്ലെങ്കിൽ ഹദ് അവസാനം പറയായിരുന്നു, എന്നെങ്കിൽ ആ കലാക്കത്ത് പോയനെ. പിന്നെ ബൽ ഈഹാമുൻ എന്ന് കലാക്കത്ത് മാത്രമല്ല, അതിൽ തെറ്റിദ്ധാരണയുണ്ട്. ഈഹാമുൻ അന്ന വാജിബൽ ഹദ്ദി ഗസ്ലു ഷാരിഹി ഫഖത്ത്. അപ്പൊ ഹദ്ദിലേക്ക് എന്താണ് ഷാറൻ എന്നതിനെ മടക്കുമ്പോ ഹദ്ദിന്റെ ഷാറ് കഴുകണം എന്നല്ലേ വരുള്ളൂ, ബഷർ കഴുകണം എന്ന് വരൂലല്ലോ. ഗൈരിഹി എന്ന പോലെ പിന്നെ ഹദ്ദല്ലാത്തതിലെ വാജിബ് അന്ന വാജിബ ഗൈരിഹി എന്നർത്ഥം. ഗസ്ലു ബഷറത്തിഹി ബാക്കിയുള്ളതിലൊക്കെ തൊലി കഴുകണം എന്നേ വരുള്ളൂ, ഫഖത്ത് അത് മാത്രം എന്നേ വരുള്ളൂ, അങ്ങനല്ലല്ലോ. ഇനി വഖീല ലാ യജിബു ബാത്തിനു അൻഫഖത്തിൻ ഗസീഫത്തിൻ. ഇനി അംഫഖത്തും ഗസീഫത്തിന്റെ ബാത്തിന് കഴുകൽ നിർബന്ധമില്ല എന്ന് പറയുന്നു. ലാ യജിബു ബാത്തിനു അംഫഖത്തിൻ ഗസീഫത്തിൻ ബിൽ മുസല്ലസത്തി ഐ ഗസ്ലുഹു ഷാറൻ അത് കഴുകൽ നിർബന്ധമില്ല. പിന്നെ ഷാറൻ വല ബഷറൻ അതിന്റെ ബാത്തിന് ഷാറും കഴുകണ്ട എന്ന പോലെ ബഷറും കഴുകണ്ട. പിന്നെ ബാത്തിന് എന്ന് പറഞ്ഞാൽ രണ്ട് നിലയ്ക്ക് വരും, അതായത് അതിന്റെ രോമത്തിന്റെ തന്നെ ഉള്ളിലുള്ള രോമങ്ങളുണ്ടല്ലോ, അതാണെന്ത് ബാത്തിന് ഷാർ എന്ന് പറഞ്ഞാല്. അതിന്റെ താഴെയുള്ള തൊലി ഉണ്ടല്ലോ, അതാണ് ബാത്തിന് ബഷർ എന്ന് പറഞ്ഞാല്. പുറമേ കാണുന്ന രോമം വേറെ, അത് ലാഹിറു. ഇങ്ങനെ മൂന്നായിട്ട് വരും. അതിൽ അന്ന ബയാലൽ വജിഹി ലാ യുഹീതു ബിഹാ. കാരണം എന്താ ആ മുഖത്തിന്റെ വെളുപ്പ് വട്ടം എന്നുള്ളത് അതിന് ഇഹാത്ത ചെയ്യുന്നില്ല. ഫഹിയ അലൈഹി അപ്പൊ അത് അലൈഹി ആ മുഖത്തിന്റെ മേലിൽ കല്ലിഹയ്യത്തി ലഹിയത്ത് പോലെയാണ് ഫി അഹ്കാമിഹൽ ആത്തിയത്തി ശേഷം വരുന്ന ഹുക്കുമില്. ഏത് ആ അഹ്കാമിന്റെ അല്ല ലഹിയത്തിന്റെ ഹുക്കുമില് ശേഷം വരും പോലെയാണ് എന്നാ. എന്നാല് അങ്ങനെയല്ല. പിന്നെ ആ മുഖത്തിന്റെ വട്ടത്തിന് എന്താണ് പുറത്താണ് ഉണ്ടാകുക. കാരണം എന്താ അവിടുന്ന് താഴോട്ട് ഫുള്ള് രോമല്ലേ ഉണ്ടാകുക. ആ മുഖത്തിന്റെ വെളുപ്പ് എന്ന് പറഞ്ഞതിന്റെ ഉള്ളിലല്ലല്ലോ ഉള്ളത്, അതിന് പുറത്തല്ലേ ഉള്ളത്. ബയാദുൽ വജിഹ് എന്ന് പറഞ്ഞ തദ്വീറുൽ വജിഹിന്റെ ഉള്ളിലാണെങ്കിലും ബയാദുൽ വജിഹിന്റെ ഉള്ളിലല്ല, ശരിയാ. ഇനി വല്യഹയ്യത്തു ഇൻ ഖഫത്ത് കഹുദുബിൻ വ ഇല്ലാ
എന്താണ് ഫൽ യുഗ്സൽ ലാഹിറുഹ എന്നാണ്. അപ്പൊ ലിഹിയത്ത് ബികസ്രിൽ ലാമി അഫ്സഹു മിൻ ഫത്ഹിയ വഹിയ ശഅറു നാബിത്തു അല സഖനി അല്ലതി ഹിയ മുജ്തമഉൽ ലഹിയൈനി. നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞാണല്ലോ. ഓ മിസ്ലുഹ അൽ ആരിൽ എന്ന പോലെ തന്നെ ആരിൽ നേരത്തെ പറഞ്ഞല്ലോ, ആരിലിന്റെ ഹുക്കും ലിഹിയത്തിന്റെ ഹുക്കുമാണെന്ന്. വാത്തലഖഹ ഇബ്നു സീദ. ഇബ്നു സീദ എന്ന് പറഞ്ഞ ലുഗത്തിന്റെ വലിയ ഇമാമുണ്ട്, അൽ മുഹക്കിമു അൽ മുഹീത്ത് എന്ന് പറഞ്ഞ കിതാബൊക്കെ എഴുതിയ. അലാ ദാലിക എന്തിന് ലിഹിയത്തിനെ ഇത്ലാഖാക്കി, ഏതിന് ഈ ആരിലും കൂടി ഇത്ലാഖാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായി ആ ലിഹിയത്ത് എന്ന് പറഞ്ഞാൽ ആരിലും പെടുന്ന അർത്ഥം. അപ്പൊ ആ പറഞ്ഞ അനുസരിച്ച് വേറെ പറയേണ്ട ആവശ്യമില്ല. സാധാരണ മറ്റുള്ള ഇമാമിങ്ങൾ പറഞ്ഞ അനുസരിച്ച് അതുപോലെ ആരിലും അതിന്റെ ഹുക്കുമോ. പിന്നെ ഷാറുൽ ഖദ്ദൈനി, ഖദ്ദൈന്റെ ഷാറും. അപ്പൊ ഇത് മൂന്നും ഇൻ ഹഫത്ത് അത് ഹഫീഫാണെങ്കിൽ, ഹഫീഫാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശേഷം പറയുന്നുണ്ട്. ഹുദുബിൻ, അത് ഹുദുബ് പോലെയാണ്. അപ്പോൾ ഉള്ളു ഒക്കെ കഴുകണം, അതിന്റെ ദാഖിലായ രോമം കഴുകണം, രോമം തൊലിയും കഴുകണം. ഫയജിബു ഗസ്ലു ദാഖിലിഹ വ ബാത്തിനിഹ ഐലൻ. വയില്ല അങ്ങനെ ഹഫീഫ് അല്ലെങ്കിൽ വയില്ല വയില്ല ഖഫ ഖഫു വയില്ല തഖഫു. അങ്ങനെ എന്താണ് ഖഫീഫ് അല്ലെങ്കിൽ വയില്ല തഖഫ. അങ്ങനെ ഖഫീഫ് അല്ലെങ്കിൽ എങ്ങനെ ബിയൻ കസുഫത്ത്, അത് കസീഫായി. ഖഫീഫല്ല കസീഫാണ്. അതെങ്ങനെ ബിയല്ലം തുറൽ ബഷറത്തു മിൻ ഖിലാലിഹ, അതിന്റെ ഇടയിലൂടെ തൊലി കാണൂല. ഫി മജ്ലിസി തഖാത്തുബി, ആ രോമത്തിന്റെ ഇടയിലൂടെ നോക്കിയാൽ തഖാത്തുബിന്റെ മജ്ലിസിൽ വെച്ച് രണ്ടാൾ സംസാരിക്കുന്ന സാധാരണ രൂപം, അതായത് ഉറുഫൻ, രണ്ടാള് ഒരു നിശ്ചിത ദൂരത്തിലാണല്ലോ സാധാരണ സംസാരിക്കുക. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഉള്ളിലെ തൊലി കാണുമില്ലേ? കാണുമെങ്കിൽ അത് ഖഫീഫാണ്, കാണുന്നില്ലെങ്കിൽ കസീഫാണ്. ഖീല യൽസമു അലൈഹി അന്ന ഷാരിബ മസലൻ ലാ യകൂനു ഇല്ലാ കസീഫൻ. പിന്നെ അവിടെ ഒരു എഴുത്തിറാള് യൽസമു അലൈഹി ഏത് ഈ തൈരീഫിന്റെ മേലില് കസാഫത്തിന് അർത്ഥം പറഞ്ഞല്ലോ, ബഷറത്ത് കാണുക ഇല്ലാന്ന്. ഈ പറഞ്ഞ അർത്ഥം അനുസരിച്ച് ഷാരിബ് എപ്പോഴും കസീഫായിരിക്കുമല്ലോ. കാരണം മൗദുഉ തഖാത്തുബില് ഷാരിബിന്റെ ഉള്ളിലെ തൊലി കാണൂലല്ലോ. അതാ ഷാരിബ് എന്ന് പറഞ്ഞത് മസലൻ. അതുപോലെ തന്നെ പുരികോ അങ്ങനെ തന്നെയാണ്, പൊതുവെ അങ്ങനെ കാണൂലല്ലോ. ലാ യകൂനു ഇല്ലാ കസീഫൻ ലി തഅസ്സുരി റുയ്യത്തിൽ ബഷറത്തി മിൻ ഖിലാലിഹി ഗാലിബൻ. അതാ അധികം അതിന്റെ ഉള്ളിലൂടെ രോമം കാണും, തൊലി കാണൂല. ഇല്ലം യകുൻ ദായിമൻ, ആ തഅസ്സുർ ദായിമല്ലെങ്കിൽ പിന്നെ അപ്പോ ഇല്ലം യകുൻ ദായിമൻ എന്നാണ് ഇവിടെ ഒരു നുസ്ഖ ഉള്ളത്. എന്നാൽ റായിമൻ എന്നാണ് വേറെ നുസ്ഖയിലുള്ളത്. ആ തഅസ്സുർ ദായിമല്ലെങ്കിൽ എന്നുള്ളിടത്ത് റായിമൻ എന്ന് ബിറായി എന്ന് തന്നെ ഗർദി പറഞ്ഞു. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മുത്തഫർരിഖ് എന്ന, അത് വിട്ടുവിട്ടുള്ളതല്ലെങ്കിൽ, അതാണ് കൂടുതൽ ലാഹിർ. ആ ഷാരിബ് വിട്ടുവിട്ടുള്ളതല്ലെങ്കിൽ എന്താണ്? ഉള്ളിൽ കാണൂലല്ലോ ഗാലിബിലും എന്നാ. പിന്നെ തഅസ്സുരി റുയ്യത്തിൽ ബഷറത്തി, ആ തഅസ്സുർ ദായിമല്ലെങ്കിൽ എന്നാണെങ്കിൽ അവിടെ ഒരു വാവും കൂടി വേണ്ടിയിരുന്നു. വയില്ലം യകുൻ ദായിമാന്ന്. അത് പിന്നെ ഗാലിബൻ എന്ന് പറയുമ്പോൾ പിന്നെ അതിന് അർത്ഥമില്ല. അപ്പൊ റായിമെന്നുള്ള നുസ്ഖയായിരിക്കും അത് ശരി. മഅ തസ്രീഹിം ഫീഹി ബിഅന്നഹു മിമ്മ തൻദുറു ഫീഹിൽ കസാഫത്തു. എന്തോടുകൂടെ അതിന്റെ മേൽ ലാസിമാവ് എന്ന് പറഞ്ഞ ഇത്തറാൽ എങ്ങനെ വരിക? അയിമത്ത് സരീഹാക്കിയിട്ടുണ്ട് ഫീഹി ഷാരിബിനെ കുറിച്ച് ബിഅന്നഹു മിമ്മ തൻദുറു ഫീഹിൽ കസാഫത്തോടെ കസാഫത്തിന് ആദിരാകുന്ന ഒന്നിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഈ കസാഫത്തിന്റെ മാനയും ഈ ഷാരിബിനെ കുറിച്ച് അയിമത്ത് പറഞ്ഞതും തമ്മിൽ യോജിക്കുന്നില്ലല്ലോ എന്നാ. ഫല്ലൗല അല്ലബുത്തു. അപ്പൊ എന്താക്കുക? നല്ലത് ഈ കസാഫത്തിന് വേറൊരു ലബുത്ത് പറയലാണ് ചില ഇമാമിയങ്ങളൊക്കെ പറഞ്ഞത്. അല്ലബുത്തു ബി അന്നൽ കസീഫ മാലായസിലുൽ മാഉലി ബാത്തിനി ഇല്ലാ ബി മശഖത്തിൻ. വെള്ളം അതിന്റെ ഉള്ളിലേക്ക് എത്താത്തത്, ഇല്ലാ ബി മശഖത്തിന്, കുറച്ചൊരു പ്രയാസം വേണം എന്നാലേ എത്തുള്ളൂ. ബി ഖിലാഫിൽ ഖഫീഫി, ഖഫീഫ് അങ്ങനെയല്ല, വെള്ളം എന്താക്കും മുകളിൽ കൂടെ ഒഴിച്ചാൽ തന്നെ ഉള്ളിലേക്ക് കണ്ട് എത്തിക്കോളും. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ഖഫീഫും, അതിലേക്കൊരു ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ച് ഉള്ളിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ അത് കസീഫും. ഇങ്ങനെ അർത്ഥം പറയലല്ലേ നല്ലത് എന്ന് പറഞ്ഞു. വയുറദ്ദു, അതിന് ഖീല റദ്ദ് ചെയ്യപ്പെട്ടു. എന്താ ഖീല പറഞ്ഞത്? പിന്നെ ബി അന്ന ഹാദൽ ലബുത്ത ഫീഹി ഈഹാമുൻ, അതായത് ഈ രണ്ടാമത് പറഞ്ഞ മാലായസുലുൽ ലിബാത്തിന് ഇല്ലാ ബിമശഖത്തിന് എന്ന് പറഞ്ഞ അതെന്താണ്?
അതിൽ ഈഹാമുണ്ട്. ഈഹാമെന്നോ അല്ല ഇബ്ഹാമ് എന്നാണ് എന്ന് പറയുന്നുണ്ട്. ഷർവാനി അങ്ങനെ പറഞ്ഞു. വല്ലൻസബു ബിമാ ബഅദഹു അൻ യകൂന ബിൽ ബാഇൽ മുവഹിദത്തി, അതിൽ ഇബ്ഹാമുണ്ട് ലി അദമി ഇൻളിബാത്തിൽ മശഖത്തി. കാരണം എന്താ, ഒരു ലബുത്ത് പറയുമ്പോൾ അത് കൃത്യമാകണ്ടേയില്ല. പിന്നെ ലബുത്ത് പറയുന്നതിന്റെ അർത്ഥം എന്താ, അതാ ഇബ്ഹാമുൽ ലി അദമി ഇൻളിബാത്തിൽ മശഖത്തി, മശക്കത്തോടു കൂടെ അല്ലാതെ ഉള്ളിലേക്ക് വെള്ളത്തൂല എന്ന് പറഞ്ഞാൽ മശക്കത്തിന് ലബുത്ത് പറയാൻ കഴിയൂലല്ലോ അല്ലേ. പ്രയാസം എന്നുള്ളത് അത് നിസ്ബിയായ അമ്രല്ലേ, ഓരോരുത്തർക്ക് അനുസരിച്ചാണ് മശക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് ലബുത്തില്ലാത്തത് കൊണ്ട് ഇതിൽ ഇബ്ഹാമുണ്ട് എന്നാ, അവ്യക്തത ഉണ്ട്. അപ്പൊ അത് പോരാ എന്നാ. ഫൽ ഹഖു മാ ഖാലുഹു, അപ്പൊ മറ്റേ എന്താണ് നോക്കിയാൽ കാണുന്നോണ്ടില്ലേ എന്നുള്ളത് വ്യക്തല്ലേ. ഒരാളാണ് നോക്കിയാൽ പോരെ മൗലിദ് തഖാത്തുബിൽ എന്നിട്ട്. അപ്പൊ ഇത് പിന്നെ അവര് പറഞ്ഞ ആദ്യം പറഞ്ഞ ലബുത്താണ് ശരിയെങ്കിൽ ഈ ഷാരിബിനെ കുറിച്ച് അവർ പറഞ്ഞല്ലോ അത് കസീഫാണ്, അല്ല പിന്നെ അത് ഖഫീഫാണെന്ന് അവർ തസ്സീയാക്കിയല്ലോ, കസാഫത്തിന് ആദിറാണെന്ന്. അപ്പൊ അതിനെന്ത് മറുപടി പറയും, അതാ വലായരുതു മാതുക്കിറബി ഷാരിബി, ഷാരിബിനെ കുറിച്ച് അവർ പറഞ്ഞത് ഇത്രാളായി വരൂല ഈ താരീഫിന്റെ മേലില്, കസാഫത്തിന്റെ മൈനന്റെ മേലില്. കാരണം എന്താ, അലി അന്ന മുറാദവും ഇമത്തിന്റെ മുറാദ് അന്ന ജിൻസ തിൽക ശുഊരി അൽ ഖിഫത്തു ഫീഹി ഗാലിബത്തുൻ, അതിന്റെ ജിൻസ് എന്താണ്, തിൽക ശുഊരി എന്ന് പറഞ്ഞാൽ ഷാരിബും അതുപോലത്തെ എന്താണ് അയിമത്ത് ഖഫീഫത്താണ് എന്ന് പറഞ്ഞത്, അത് ആ ജിൻസിൽ ഖിഫത്താണ് ഗാലിബ് എന്നാ പറഞ്ഞത്. ലിഹിയത്തല്ലാത്തതില് അതും അതിന്റെ ഹുക്കുമിലുള്ളതും പറഞ്ഞല്ല, അതല്ലാത്തതില് അക്സറും ഖഫീഫായിരിക്കും. ബിഖിലാഫ് ജിൻസിൽ ലിഹിയത്തി വൽ ആരിലി, ആരിലിന്റെയും എന്ന പോലെ ലിഹിയത്തിന്റെയും ജിൻസ് അങ്ങനെയല്ല എന്നാണ്. ആ ജിൻസ് കൊള്ള നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ ലമ്മാഹക്കർ റാഫിഉൽ അവ്വല, ഇമാം റാഫി റഹിമഹുള്ള ആദ്യത്തെ നഖൽ ചെയ്തു. ഖാല, എന്നിട്ട് പറഞ്ഞു വഖീല അൽ ഖഫീഫു മാ യസിലുൽ മാഉ ഇലാ മംബിത്തിഹി ബിലാ മുബാലഗത്തിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് വഖദ് യുറജ്ജഹു, ഈ ഖഫീഫിന്റെ അർത്ഥം ഈ ഖീലുണ്ടല്ലോ അത് റാജിഹാക്കപ്പെടുകയും ചെയ്യും. ബി അന്ന ഷാരിബ മിനൽ ഖഫീഫി, ഷാരിബ് ഖഫീഫിൽ പെട്ടതാണ് എന്നതുകൊണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ഇത്റാലിന് തെക്കീതായിട്ട് ഇമാം റാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു എന്നാ. വൽ ഗാലിബു മൻഉ അർറുയ്യത, അത് വൽ ഗാലിബും പിന്നെന്താണ് മൻഉഹു അർറുയ്യത, ആ ഷാരിബ് തടയും. എന്തിനെ, റുയ്യത്തിനെ തടയും എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിലുള്ള തൊലി കാണൽ തടയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥം പറഞ്ഞാല് ഷാരിബ് ഖഫീഫാവൂല കസീഫാവും. അപ്പൊ അതുകൊണ്ട് ഷാരിബിന് എന്തർത്ഥം, അല്ല കസീഫിന് എന്തർത്ഥം പറയണം, മായസിലുൽ മാഉ ഇലാ മംബിത്തിഹി ബിലാ മുബാലഗത്തിൻ. ബിലാ മുബാലഗത്താവുമ്പോ ഖഫീഫ്, ബി മുബാലഗത്താവുമ്പോ കസീഫ് എന്നർത്ഥം പറയണം. ഇന്ദഹ എന്ന് റാഫിമാം പറഞ്ഞിട്ടുണ്ട്. വയുജാബു, അപ്പൊ അതിനെന്താക്കണം, മറുപടി പറയണം. മറുപടി ബിഅന്ന കൗന ഷാരിബ് മിനൽ ഖഫീഫി ഇന്നമാ ഹുവ ബിന്നിസ്ബത്തി ലിൽ ഹുക്മി, ഷാരിബ് ഖഫീഫാണ് എന്ന് പറഞ്ഞ ഹുക്കുമുകളെ നോക്കിയിട്ടാ. ഇത് കസീഫുഹു ഖഫീഫിഹി ഹുക്കുമൻ, ഷാരിബിലെ കസീഫും ഖഫീഫും എല്ലാം ഹുക്കുമില് എന്താണ് ഖഫീഫായിട്ടല്ലേ ഉള്ളെല്ലാം കഴുകണമല്ലോ എന്നാ. അമ്മ ബിന്നിസ്ബത്തി ലിൽ ഹദ്ദി, അപ്പൊ ഹദ്ദുകളെ നോക്കിയിട്ട് ഫൽ വജ്ഹു ഫീഹി ഹുവൽ അവ്വലു, ഹദ്ദ് നോക്കുമ്പോ എന്താണ് ആദ്യത്തെ തന്നെയാണ് വജ്ഹ്. വലാ യരിദു അലൈഹി ഷാരിബു, ആ ഹദ്ദിന്റെ മേലിൽ ഷാരിബ് ഇത്റാലായി വരൂല. ലിമാ തഖററ, എന്താണ് അവരുടെ മുറാദ് നമ്മൾ പറഞ്ഞല്ലോ ഖിഫത്ത്, അതില് ജിൻസു ഹാദി തിൽക ശുഊരി അൽ ഖിഫത്തു ഫീഹി ഗാലിബത്തുൻ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയായി എന്ന. അപ്പൊ ജിൻസ് നോക്കിയിട്ടാണ് പറഞ്ഞത്, അഫ്രാദു ഷവാരിബ് നോക്കിയിട്ടല്ലാന്നർത്ഥം. പിന്നെ ഇനി അപ്പൊ ലിഹിയത്ത് അതിന്റെ ഹുക്കുമുന്നതാന്ന് പറഞ്ഞ് ഇനി എന്താണ്, ഏതുപോലെയാണ്, ഹുദുബ് പോലെയാണ്. അല്ലെങ്കിൽ അവയില്ല ഫൽ യഗ്സിലു ദക്കറുൽ മുഹഖഖു ളാഹിറഹ എന്നാ. വയില്ല തഖഫ, പിന്നെ വയില്ല തഖഫ എന്ന് പറഞ്ഞതിന്റെ ജവാബാണ് പിന്നെ മത്തിലുള്ളത് ഫൽ യഗ്സിൽ ളാഹിറഹ. വഫീ ഖൗലിൻ ലാ യജിബു ഗസ്ലു ഖാരിജിൻ അനിൽ വജ്ഹി എന്നിങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് മൂന്നാമത്തെ ഫർള. അപ്പൊ ലിഹിയത്തിന്റെ ലാഹിർ കഴിയാൽ മതി,
ബാത്തിന് കഴിവുകൾ നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.